ഹായ് ഫ്രണ്ട്സ്, ജൂൺ 20, 2025 PSC നടത്തിയ പ്രീ പ്രൈമറി ടീച്ചർ എക്സാമിനേഷൻ ഫൈനൽ കീ. വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകം ഏത്? ആൻസർ എ, സമസംഘം. 2. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത അല്ലാത്തതേത്? ആൻസർ ബി, കർക്കശ നിയമങ്ങളില്ല. 3. പ്രശ്നോന്നീത വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടാത്തതേത്? ആൻസർ സി, പഠിതാവ് ലോകത്തിന്റെ കാഴ്ചക്കാരനായി നിലകൊള്ളുന്നു. 4. വ്യക്തിയുടെ ശാരീരികവും മാനസികവും നൈതികവുമായ വികാസം നേടിയെടുക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് അഭിപ്രായപ്പെട്ടത്? ആൻസർ ഡി, റൂസോ. 5. പ്രീ സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്ത്? ആൻസർ സി, സൂക്ഷ്മ പേശി വികാസം. 6. മനുഷ്യന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വിഷമകരമായ പ്രശ്നങ്ങളെ നികൃഷ്ടവും ക്രമീകൃതവുമായ രീതിയിൽ അപഗ്രഥിക്കുകയാണ് ദർശനം എന്നത് ആരുടെ അഭിപ്രായമാണ്? ആൻസർ ബി, ഹെൻഡേഴ്സൺ. 7. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സമൂഹത്തിനും വ്യക്തിക്കും പ്രയോജനകരമായ ജീവിതം നയിക്കാനുള്ള കഴിവുകളുടെ ആർജനമാണ്. അതിനാൽ നിശ്ചിതമായ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നിർണ്ണയിക്കുന്നത് ശാസ്ത്രീയമല്ല എന്നത് ഏത് ദാർശനിക ധാരയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ പ്രായോഗികവാദം. 8. കേരളത്തിൽ ആധുനിക നഴ്സറി സ്കൂളുകളുടെ പ്രാരൂപമായി അറിയപ്പെടുന്നവ? ഡി ആണ്, ആശാൻ പാഠശാല. 9. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് എപ്പോൾ? 1948 ഏപ്രിൽ 7. 10. അധ്യാപകന്റെ റോൾ ജനാധിപത്യവാദിയായ ഒരു സംഘത്തലവന്റേതാണ്. ഇത് ഏത് ദർശനവുമായി ബന്ധപ്പെട്ട അധ്യാപക സങ്കല്പമാണ്? ആൻസർ ബി, മാനവികതാവാദം. 11. സമഗ്ര ശിശു വികസനം ലക്ഷ്യമാക്കിയുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി? ആൻസർ ബി, സംയോജിത ശിശു വികസന പദ്ധതി. 12. ചുവടെ തന്നിട്ടുള്ളതിൽ ശിശു വിദ്യാഭ്യാസ ഏജൻസി ഏത്? ആൻസർ സി, വിദ്യാഭ്യാസ വകുപ്പ്. 13. ശിശുക്ഷേമത്തിനും ശിശു വിദ്യാഭ്യാസത്തിനും മുൻതൂക്കം നൽകുകയും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്ത് ധനസഹായം നൽകുന്നതിനും 1953 സ്ഥാപിതമായത്? ആൻസർ ഡി, സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്. 14. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ജനങ്ങളുടെ പ്രവർത്തനശേഷി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1952 സ്ഥാപിതമായ ഒരു സാമൂഹ്യ സംഘടന? ആൻസർ സി ആണ്, ഭാരത് സേവക് സമാജ്. 15. പ്രകൃതിവാദവുമായി ബന്ധപ്പെട്ടതേത്? സി, ആൻസർ സി, പഞ്ചേന്ദ്രിയങ്ങൾ വിജ്ഞാനാർജന കവാടങ്ങളാണ്. 16. ചാതുർവർണ്ണ്യ സമ്പ്രദായം ഏത് വിദ്യാഭ്യാസ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ എ, വേദകാല വിദ്യാഭ്യാസം. 17. അന്തർദേശീയ വിദ്യാഭ്യാസ ഏജൻസി അല്ലാത്തതേത്? ആൻസർ എ ആണ്, CSWB. 18. സാമൂഹ്യ ശുചിത്വവുമായി ബന്ധപ്പെട്ട പിന്നോക്കാവസ്ഥ കാണിക്കുന്നതേത്? ആൻസർ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉദാസീനമായ മാലിന്യ നിക്ഷേപം, ചപ്പുചവറുകൾ നിറഞ്ഞ നിരത്തുകൾ, ദുർഗന്ധ പൂരിതമായ ഓടകൾ. 19. ജനസംഖ്യയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ആൻസർ ബി, കൂടുതൽ അംഗസംഖ്യയുള്ള വീട്ടിൽ വേണ്ടത്ര ശ്രദ്ധയും പരിചരണവും ലഭിക്കുന്നു. ആൻസർ 20. അങ്കണവാടികൾ ഏത് വിദ്യാഭ്യാസ ഏജൻസിയുടെ ഭാഗമാണ്? ആൻസർ ബി, സാമൂഹ്യക്ഷേമ വകുപ്പ്. 21. ശാരീരികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാത്തതേത്? ആൻസർ ഡി, രോഗാണുക്കളെ ചെറുത്തു നിൽക്കാനുള്ള ശരീരത്തിന്റെ ശേഷി. NCTE ഒരു സ്റ്റാറ്റ്യൂട്ടറി സമിതിയായി നിലവിൽ വന്നത് എപ്പോൾ? ആൻസർ സി, 1995. 23. പൂർണ്ണ ആരോഗ്യമുള്ള കുട്ടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഇവയിൽ ഏതാണ് ശരിയായത്? എല്ലാം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ശാരീരികാരോഗ്യത്തോടൊപ്പം മാനസിക വളർച്ചയും മാനസികാരോഗ്യവും പ്രായാനുസൃതം ഉണ്ടാകണം. ശിശുക്കൾ ആരോഗ്യമുള്ളവരായിരിക്കുവാൻ അമ്മയുടെ ആരോഗ്യം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. 24. 4 വയസ്സുള്ള പെൺകുട്ടിയുടെ ശരാശരി തൂക്കവും ഉയരവും? ആൻസർ ബി, 15.85 കിലോഗ്രാം, 104.19 സെന്റിമീറ്റർ. 25. വ്യക്തി ശുചിത്വത്തിൽ ഉൾപ്പെടാത്തതേത്? ആൻസർ ബി, പ്ലാസ്റ്റിക് മലിനീകരണം. 26. വായുവിലൂടെ പകരുന്ന രോഗം ഏത്? ആൻസർ സി, മുണ്ടിനീര്. 27. കട്ട പിടിച്ച രക്തത്തിലെ പ്രോട്ടീൻ ഏത്? ഫൈബ്രിൻ. 28. പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. ഏതൊക്കെയാണ് ശരി? ആൻസർ എല്ലാം ശരിയാണ്. 1, 2, 3. ആൻസർ ബി ആണ്. ആർജിത പ്രതിരോധ ശേഷി രോഗശമനത്തെ തുടർന്നേ നിലവിൽ വരികയുള്ളൂ. കൃത്രിമ രോഗ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് രോഗപ്രതിരോധവൽക്കരണം. ദുർബല രൂപത്തിലുള്ള രോഗാണുക്കൾ അടങ്ങിയ ദ്രാവകമാണ് വാക്സിൻ. 29. പെഡാഗോഗിക്സ് ഓഫ് കിൻഡർഗാർട്ടൻ എഴുതിയതാര്? ആൻസർ ബി, ഫ്രെഡറിക് ഫ്രോബൽ. 30. ക്യാൻസൽ ആണ് ക്വസ്റ്റ്യൻ. 31. ചെറിയ കുട്ടികൾ ക്രയോൺ, പെൻസിൽ എന്നിവ ഉപയോഗിച്ച് വരകൾ, വട്ടം എന്നിവ വരയ്ക്കുന്നത് ഏത് വികാസത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ബി, സൂക്ഷ്മപേശി വികാസം. 32. 3 വയസ്സുള്ള കുട്ടിക്ക് കൈവിരലുകൾ കൃത്യതയോടും സൂക്ഷ്മതയോടും വേഗത്തിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഡി, വികാസത്തെ. 33. ശിശു വികാസത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ബി, വികാസം പ്രവചനാതീതമാണ്.
34 പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമുകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എ സംസ്ഥാപനം. 35 അമൂർത്ത പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്ന കുട്ടി ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിലാണ്? ആൻസർ എ ഔപചാരിക മനോവ്യാപാര ഘട്ടം. 36 ജനിതകമായി ലഭിക്കുന്നതും സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുകയും രൂപഭേദം സംഭവിക്കുകയോ ചെയ്യുന്നതുമായ സവിശേഷതകൾ ചേർന്നതാണ് വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ആൻസർ സി ആൽപോർട്ട്. 37 പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ തീം അടിസ്ഥാനമാക്കിയുള്ള പഠന രീതി തിരഞ്ഞെടുത്തത് ഏത് മനഃശാസ്ത്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ഡി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. 38 പല വസ്തുക്കളുടെയും ചിത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വീടിന്റെ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ശരിയായി ചൂണ്ടിക്കാണിക്കുന്ന കുട്ടി വൈജ്ഞാനിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ആൻസർ സി ബിംബനഘട്ടം. 39 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പഠന രീതിയാണ് അനുബന്ധത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ബി ചിത്രപഥ കാർഡ് സംയോജന രീതി. 40 പരസ്പര ബന്ധം കണ്ടെത്തൽ, പ്രശ്നം പരിഹരിക്കൽ, അറിവുകൾ സ്വയം പരിശോധിച്ച് ബോധ്യപ്പെടൽ എന്നീ കഴിവുകൾ കൂടുതലുള്ള കുട്ടിയിൽ ബഹുമുഖ ബുദ്ധിയുടെ ഏത് ഘടകമാണ് ഉയർന്നു നിൽക്കുന്നത്? ആൻസർ ഡി യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ആണ് കുട്ടികൾ പല പെരുമാറ്റങ്ങളും ശീലങ്ങളും സ്വായത്തമാക്കുന്നത്. ഏതു പഠന സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയുമായി യോജിച്ചിരിക്കുന്നത്? ആൻസർ ബി സാമൂഹിക പഠന സിദ്ധാന്തം. 42 ക്ലാസ് മുറിയിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അവഗ്രഹിച്ച് പരിഹാരം കാണുന്നതിനുള്ള പ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ സി ക്രിയാഗവേഷണം. 43 നിപുൺ ഭാരത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം താഴെ കൊടുത്തതിൽ ഏതാണ്? ആൻസർ ബി അടിസ്ഥാന സാക്ഷരതയും സംഖ്യാബോധവും ആർജിക്കുക. 44 താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള പ്രീ സ്കൂൾ പാഠ്യപദ്ധതിയുടെ സവിശേഷത അല്ലാത്തതേത്? ആൻസർ സി ഔപചാരിക പരീക്ഷകൾ രീതി ഉണ്ടായിരിക്കണം. 45 ക്വസ്റ്റ്യൻ ആൻസർ. 46 പ്രീ സ്കൂൾ കുട്ടികളുടെ വിലയിരുത്തലിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ആൻസർ സി നിരീക്ഷണം. 47 ഒന്നാം ക്ലാസ് പഠനത്തിന് വേണ്ടി കുട്ടികളെ ഒരുക്കുന്നത് NCERT തയ്യാറാക്കിയ പഠന സാമഗ്രി ഏതാണ്? ആൻസർ ബി വിദ്യാപ്രവേശ്. 48 കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നിഷ്തായുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ എ അധ്യാപക ശാക്തീകരണം. 49 പ്രീ സ്കൂൾ അധ്യാപകർക്കായി 2017 SCERT കേരളം തയ്യാറാക്കിയ അധ്യാപക സഹായി ഏതാണ്? ആൻസർ ഡി കളിപ്പാട്ടം. 50 പ്രശിക്ഷ 2020 പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ സി പ്രീ സ്കൂൾ അധ്യാപക പരിശീലനം. 51 താഴെ കൊടുത്തവയിൽ 3 വയസ്സുള്ള കുട്ടിയുടെ പ്രാക് ഗണിത ശേഷിയെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ആൻസർ ഡി വലുതു ചെറുത് തിരിച്ചറിയുന്നത്. 52 ശൈശവകാല പരിചരണത്തിനും വികാസനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര പാഠ്യ പദ്ധതിയുടെ ചട്ടക്കൂട് ഏതാണ്? ആൻസർ ബി NCF ഫോർ ഫൗണ്ടേഷണൽ സ്റ്റേജ് 2022. 53 കളി മാത്രമാണ് മനുഷ്യന്റെ കുട്ടിക്കാലത്തുള്ള വികാസത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രകടിത രൂപം. കാരണം കളി മാത്രമാണ് കുട്ടിയുടെ ആത്മാവിലുള്ളതിനെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്നത്. ആരുടേതാണ് ഈ വാക്കുകൾ? ആൻസർ സി ഫെഡറിക് ഫോബൽ. 54 താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ക്രമം പാലിക്കുന്നത് ഏതാണ്? ആൻസർ എ ആണ്. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, പാഠ്യപദ്ധതി ലക്ഷ്യങ്ങൾ, ശേഷികൾ, പഠനോദ്ദേശങ്ങൾ. 55 താഴെ കൊടുത്തവയിൽ രക്ഷാകർതൃത്വത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് ഏത്? ആൻസർ ഡി ഇവയെല്ലാം. അച്ഛൻ, ബന്ധുക്കൾ, അയൽക്കാർ. 56 കുട്ടികളുടെ ശേഷികളെയും നൈപുണ്യങ്ങളെയും ആഴത്തിൽ അളക്കാൻ സ്വാധീനിക്കുന്ന വിലയിരുത്തൽ രീതി ഏതാണ്? ആൻസർ ഡി ഗുണാത്മക വിലയിരുത്തൽ. 57 മഴവില്ലിനോടൊപ്പം കുതിച്ചുയരുന്ന ബാലമനസ്സ് യഥാർത്ഥ കവിതയുടെ എല്ലാ വികാരങ്ങളും പങ്കിടും. വായനക്കാരിൽ വച്ച് ഏറ്റവും പെട്ടെന്ന് വികാരഭരിതമാകുന്നതും ഇക്കൂട്ടരാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര്? ആൻസർ എ സുഗതകുമാരി. 58 ഒരു പ്രീ സ്കൂൾ അംഗീകാരം ലഭിക്കണമെങ്കിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം എത്രയായി നിജപ്പെടുത്തണം? 1:15. 59 പ്രീ സ്കൂൾ പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിനും പരിശീലന കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിനുമുള്ള അക്കാദമിക ചുമതല ഏത് ഏജൻസിക്കാണ് നൽകിയിരിക്കുന്നത്? SCERT. ആൻസർ ബി SCERT. 60 താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ സി പ്രീ സ്കൂൾ അംഗീകാരം. 61 താഴെ കൊടുത്തതിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാത്തത് ഏത്? ആൻസർ സി SPAC. താഴെ കൊടുത്തതിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാത്തതേത്? SPAC. 62 താഴെ കൊടുത്തതിൽ പ്രീ സ്കൂൾ രക്ഷാകർതൃ പരിശീലനത്തിൽ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. 62 ശരിയായ ഉത്തരം 3, 1, 2 എന്നീ ആശയങ്ങളാണ്. ബാലാവകാശങ്ങളെക്കുറിച്ചും നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെ സംബന്ധിച്ചും സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള ധാരണ മെച്ചപ്പെടുത്തുക. വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പരിഗണന സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത നേടുക. കുട്ടികളുടെ റോൾ മോഡലായി രക്ഷിതാവ് മാറേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുക. 63 പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനത്ത് ഉടനീളം പ്രീ പ്രൈമറി സ്കൂളുകളിൽ പൂർത്തിയാക്കി വരുന്ന വർണ്ണകൂടാരം പദ്ധതിയിൽ കുട്ടിയുടെ സർവോതോമുഖ വികാസനത്തിനു സഹായിക്കുന്ന എത്ര പ്രവർത്തന ഇടങ്ങളാണ് ഓരോ സ്കൂളിലും സജ്ജീകരിച്ചിട്ടുള്ളത്? 13 പ്രവർത്തന ഇടങ്ങൾ. 64 താഴെ കൊടുത്തവയിൽ പ്രീ സ്കൂൾ വിലയിരുത്തൽ തന്ത്രങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ എ ഔപചാരിക സംഭാഷണം. 65 ഓരോ കുട്ടിയും മികവും കഴിവും നേട്ടവും പോരായ്മയും കണ്ടു മനസ്സിലാക്കിയും കൈത്താങ്ങു നൽകിയും അധ്യാപിക പഠിതാവിനെ
വിലയിരുത്തുന്ന രീതി ഏതാണ്? ആൻസർ ഡി നിരന്തര വിലയിരുത്തൽ. 66 പ്രീ സ്കൂൾ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട തൻ്റെ കണ്ടെത്തലുകൾ ടീച്ചർ ആരോടാണ് പങ്കുവെക്കേണ്ടി വരിക? ആൻസർ ഡി മേൽ സൂചിപ്പിച്ചവരോടെല്ലാം. രക്ഷിതാക്കളോട്, സ്കൂൾ സഹായ സമിതിയോട്, ആരോഗ്യ പ്രവർത്തകരോട്. 67 ആൻസർ ചേഞ്ച് ആണ്. പ്രീ സ്കൂൾ വർക്ക്ഷീറ്റിലെ പൂമ്പാറ്റയെ വരയ്ക്കാം എന്ന പ്രവർത്തനം ഏതൊക്കെ വികസന മേഖലകളെ പരിഗണിക്കുന്നുണ്ട്? ആൻസർ എ വൈജ്ഞാനിക വികാസം, സർഗാത്മക സൗന്ദര്യാത്മക വികാസം. 68 പ്രീ സ്കൂൾ ഓരോ കഥാവതരണത്തിനും ശേഷം കുട്ടികളുടെ ഭാഷാപരമായ വികാസം വിലയിരുത്തുന്നത് എങ്ങനെയൊക്കെയാകാം? ആൻസർ സി കുട്ടികൾ സ്വന്തമായി കഥ എഴുതുന്നുണ്ടോ. 69 ആൻസർ ചേഞ്ച് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം കേരള സർക്കാർ 1-ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പ്രവേശനത്തിന് എത്ര വയസ്സാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ആൻസർ ബി 6 വയസ്സ്. 70 ഒരു പ്രീ സ്കൂൾ വിദ്യാർത്ഥി തൻ്റെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് സന്തോഷത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവൻ്റെ കുടുംബാന്തരീക്ഷം എപ്രകാരം നിലനിർത്തണം? അനുയോജ്യമല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ എ കുടുംബാന്തരീക്ഷത്തിലെ നിബന്ധനകൾക്കനുസരിച്ചുള്ള സ്നേഹവും താല്പര്യവും. 71 താഴെ കൊടുത്തവയിൽ പ്രീ സ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങൾ പെടാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഡി ഓരോ കുട്ടിയെയും വിലയിരുത്തി ഗ്രേഡ് ചെയ്യുക. 72 താഴെ കൊടുത്തവയിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ ആവശ്യങ്ങളുടെ പ്രത്യേകതകളിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓരോ കുട്ടിയും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണനയും പരിഗണനയും നൽകുന്നു. 73 പ്രീ സ്കൂൾ തലത്തിൽ ശിശു പ്രകൃതത്തിൻ്റെ പ്രധാന സവിശേഷത താഴെ കൊടുത്തവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഡി മേൽ സൂചിപ്പിച്ചവയെല്ലാം. ശ്രദ്ധാദൈർഘ്യം കുറവ്, അളവറ്റ ജിജ്ഞാസ, അനുകരണശീലം. 74 ടീച്ചിങ് മാനുവൽ, വ്യക്തിഗത പഠന പദ്ധതി, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് പ്ലാൻ ഉൾപ്പെടുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ആൻസർ സി പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികളുടെ താല്പര്യങ്ങളും കഴിവുകൾക്കും അനുസൃതമായ പഠനം നൽകുക. 75 പ്രതിദിന, പ്രതിമാസ, വാർഷിക ആസൂത്രണങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ലക്ഷ്യങ്ങളുടെ വ്യാപ്തിയിലും സമയപരിധിയിലുമുള്ള വ്യത്യാസം. 76 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2024 ബാലസാഹിത്യ പുരസ്കാരം കവിതാ വിഭാഗത്തിൽ ലഭിച്ച കൃതി ഏതാണ്? ആൻസർ ഡി പൂമാല. 77 പ്രീ സ്കൂളിലെ പ്രവർത്തന ഇടങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം അധ്യാപികയെ എങ്ങനെ സഹായിക്കുന്നു? ആൻസർ ഡി ഓരോ കുട്ടിയുടെയും പഠന പുരോഗതി നിരീക്ഷിക്കാനും വ്യക്തിഗത ശ്രദ്ധ നൽകാനും സാധിക്കുന്നു. 78 പ്രീ സ്കൂൾ പഠനത്തിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം? ആൻസർ സി പഠന പ്രക്രിയ കൂടുതൽ ആകർഷകവും സംവേദനാത്മകവും ഫലപ്രദവുമാക്കുക. 79 ശിശുവിന് ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ ഉചിതമായ ചില വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടിക്ക് സുപരിചിതമായ ചുറ്റുപാടുകളുടെയും അറിവിൻ്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ആൻസർ ഡി ആസൂത്രണം. 80 ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 81 താഴെ കൊടുത്തവയിൽ പ്രകൃതി നടത്തം കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഡി പ്രഭാഷണം നടത്താനുള്ള ശേഷി. 82 താഴെ കൊടുത്തവയിൽ കാഴ്ച പരിമിതി അനുഭവിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന സോഫ്റ്റ്വെയർ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ സി സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറുകൾ. 83 താഴെ കൊടുത്തവയിൽ സൂക്ഷ്മപേശി വികാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ എ പാറ്റേൺ തയ്യാറാക്കൽ. 84 മാർബിളിംഗ് എന്ന ചിത്രരചന സംഗീതത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രി ഏതാണ്? ആൻസർ ഡി ഇനാമൽ പെയിൻറ്. 85 തീമുകൾ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമല്ലാത്തത് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ബി തീമുകൾ കുട്ടിയെ ഔപചാരിക പഠന തലത്തിലേക്ക് നയിക്കുന്നതാകണം. 86 ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായി ഏർപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയും കളി തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര്? ആൻസർ എ ഗാന്ധിജി. 87 പാവക്കളി സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോഴും അവതരിപ്പിക്കുമ്പോഴും ടീച്ചറുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന സംഗതികൾ ഏതൊക്കെയാണ്? അനുയോജ്യമല്ലാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ സി ആസ്വാദകരുടെ പ്രതികരണം. 88 രക്തത്തിലെ അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് അനിവാര്യമായ ധാതുലവണം ഏത്? ആൻസർ സി ഇരുമ്പ്. 89 ചുവടെ തന്നിരിക്കുന്ന പോഷകഘടകങ്ങളിൽ ശരീര വളർച്ചയെ പ്രധാനമായി സഹായിക്കുന്നത് ഏത്? ആൻസർ എ പ്രോട്ടീൻ. 90 ചെറിയ മുറിവുണ്ടായാൽ പോലും നിലയ്ക്കാതെ രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു കുട്ടിയുടെ ഭക്ഷണത്തിൽ ഏത് വിറ്റാമിൻ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നാകും ഡോക്ടർ നിർദ്ദേശിക്കുന്നത്? ആൻസർ ഡി വിറ്റാമിൻ കെ. 91 മനുഷ്യശരീരത്തിലെ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനം തകരാറിലാവുമ്പോഴാണ് പ്രമേഹം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്? 91 എ ആഗ്നേയഗ്രന്ഥി. 92 താഴെ കൊടുത്തിരിക്കുന്നതിൽ അപര്യാപ്തത രോഗം ഏതാണ്? ആൻസർ ബി മരാസ്മസ്. 93 കുട്ടികളിലെ പൊണ്ണത്തടിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ആൻസർ സി ആണ് 1ഉം 3ഉം. വ്യായാമമില്ലായ്മയും ഉയർന്ന കൊഴുപ്പും പഞ്ചസാരയടങ്ങിയ ആഹാരം. 94 ദീർഘകാല അന്താരാഷ്ട്ര വികസന പദ്ധതിയിലൂടെ അടിയന്തര സഹായം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹിക നീതി കൈവരിക്കൽ എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ മാനുഷിക സംഘടന ഏത്? ആൻസർ ഡി കെയർ. 95 ഒരു പ്രീ സ്കൂളിലെ ഭൗതിക അന്തരീക്ഷത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ സി എല്ലാ കുട്ടികൾക്കും ചോദ്യം ചോദിക്കാനുള്ള അവകാശം, പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. 96 പാഠ്യപദ്ധതിയിൽ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി പഠന സമീപനങ്ങളിലും
പഠന രീതികളിലും കാലികവും മൗലികവുമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നിലവിലുള്ള അധ്യാപകരെ വളരാനും ശാക്തീകരിക്കാനും സഹായിക്കുന്ന പരിവർത്തനാത്മക പരിപാടി ഏത്? ആൻസർ ഡി, സേവനകല പരിശീലനം. 97 സൂക്ഷ്മപേശി വികാസത്തിനും ഭാവന വികസിപ്പിക്കുന്നതിനും ദൃശ്യസ്ഥലപരമായ ബുദ്ധിവികാസം സാധ്യമാക്കുന്നതിനും പ്രീ സ്കൂൾ ഒരുക്കേണ്ട പ്രവർത്തന ഇടം ഏത്? ആൻസർ സി, വരയിടം. 98 അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും ഭൗതിക നിലവാരവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ദേശീയതല ഏജൻസി ഏത്? ആൻസർ ബി, NCTE. 99 പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 13 പ്രവർത്തന ഇടങ്ങൾ സജ്ജമാക്കിക്കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ആൻസർ എ, വർണ്ണക്കൂടാരം. 100 പ്രീ സ്കൂൾ ക്ലാസ് അന്തരീക്ഷത്തിന്റെ സവിശേഷതയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ബി, കുട്ടികളുടെ പഠന നിലവാരം താരതമ്യം ചെയ്ത് പറയൽ. താങ്ക് യു.